4 വയസ്സായ പെൺകുട്ടിക്ക് ബി പോസിറ്റീവ് ബ്ലഡ് വേണം, അതും ഉടനെ വേണം. ഈ മെസ്സേജ് കണ്ട് ഞാൻ അവരെ വിളിച്ചു. ആദ്യമൊന്നും ഫോൺ എടുത്തില്ല. പിന്നീട് ഫോൺ എടുത്തു. ബ്ലഡൊന്നും വേണ്ട സാർ എന്ന് പറഞ്ഞ് ഫോൺ വെക്കാൻ ഒരുങ്ങി. ഞാൻ ഹാരിസ് രാജാണെന്ന് പറഞ്ഞപ്പോൾ ക്ഷമാപണത്തോടെ അവർ കാര്യം പറഞ്ഞു. ആവശ്യമുണ്ടായിരുന്നു സാർ, അന്നത് കിട്ടിയില്ല. ഇന്ന് ആ മകൾ മരിച്ചിട്ട് 4 വർഷമാകുന്നു. ഇന്നും മകളുടെ ഫോട്ടോ വെച്ച് ആരോ ചെയ്ത ആ മെസ്സേജ് ഇന്നും കറങ്ങിക്കൊണ്ടിരിക്കുന്നു. വരുന്ന ഓരോ കോളുകളും ആ മകളുടെ നീറുന്ന ഓർമ്മകൾ സമ്മാനിക്കുന്നു എന്നും പറഞ്ഞ് പൊട്ടിക്കരയുന്ന ആ പിതാവിനെ എങ്ങനെ സമാധാനിപ്പിക്കണം എന്നറിയാതെ ഞാനും വിഷമിച്ചു. ഇനി മറ്റൊരു മെസ്സേജ് നോക്കാം. പിന്നു വിഴുങ്ങി അത്യാസന്ന നിലയിലായ കുട്ടിക്ക് ഓപ്പറേഷന് 6 ലക്ഷം വേണം, കനിവുള്ളവരെ കനിയുക എന്ന മെസ്സേജ് കണ്ടു. അവരെയും ഞാൻ വിളിച്ചു. പനി വന്നു മരിച്ച മകളുടെ ഫോട്ടോ വെച്ച് ആരോ ഉണ്ടാക്കിയ ഒരു ഫേക്ക് മെസ്സേജ്. അവരും ബലിയാടുകൾ തന്നെ. പിന്നെ മറ്റൊരു തരത്തിലുള്ളത്, ഈ മെസ്സേജ് 100 പേർക്ക് ഫോർവേഡ് ചെയ്താൽ വാട്സാപ്പ് കമ്പനി ആ വീട്ടുകാർക്ക് 1000 രൂപ കൊടുക്കും. അല്ലെങ്കിൽ ഈ മെസ്സേജ് 1000 തവണ ഫോർവേഡ് ചെയ്യുമ്പോൾ വാട്സാപ്പ് കമ്പനി ഓരോ മെസ്സേജിനും 10 രൂപ വെച്ച് ആ വീട്ടുകാർക്ക് കൊണ്ടുപോയി കൊടുക്കും. ഇതുപോലുള്ള കുറെ മെസ്സേജുകൾ അതും ഇല്ലാത്തതാണ്. ഒരാൾ പള്ളിയിൽ കിടന്നുറങ്ങുമ്പോൾ ഒരു സ്വപ്നം കണ്ടു. നിങ്ങൾ ഇത്ര തവണ ഇന്ന മന്ത്രം ചൊല്ലിയാൽ 10 ദിവസം കൊണ്ട് നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് കിട്ടും. അതുപോലെ തന്നെ ഈ മെസ്സേജ് 100 ആൾക്ക് ഫോർവേഡ് ചെയ്താൽ നിങ്ങൾക്കൊരു വൻപിച്ച സമ്മാനം ലഭിക്കും. ഇതുപോലുള്ള ചില മെസ്സേജുകൾ. ചിലർക്ക് ഇതൊരു വിനോദം മാത്രം, മറ്റുള്ളവരെ വിഡ്ഢിയാക്കുമ്പോൾ ലഭിക്കുന്ന ഒരുതരം പൈശാചികമായ ആനന്ദം. കിട്ടുന്നതൊക്കെ ഫോർവേഡ് ചെയ്യുന്ന അവനവന്റെ ഗ്രൂപ്പിൽ ആദ്യം ഫോർവേഡ് ചെയ്തു എന്ന പേര് ലഭിക്കാൻ വേണ്ടി ഫോർവേഡ് ചെയ്യുന്ന നമ്മൾ ഓരോരുത്തരും ഓർക്കുക, നമ്മളെ അവർ വിഡ്ഢികളാക്കിയിരിക്കുന്നു. ഇനി അപകടകരമായ മറ്റൊരു തരം മെസ്സേജുകൾ കൂടിയുണ്ട്. അതും നമ്മൾ തിരിച്ചറിയണം. ഒരു വിഗ്രഹത്തിൽ ചവിട്ടി കയ്യിൽ ചുറ്റികയുമായി നിൽക്കുന്ന തൊപ്പിക്കാരൻ. ആ ഫോട്ടോയ്ക്കടിയിൽ അതിന് യോജിച്ച പറയാൻ കൊള്ളാത്ത ചില അടിക്കുറിപ്പും. ഒരു തൊപ്പിക്കാരനെ ബെൽറ്റ് കൊണ്ടടിക്കുന്ന തിലകം ചാർത്തിയ ഒരു ചെറുപ്പക്കാരന്റെ ഫോട്ടോ. അതിനടിയിലും പറയാൻ കൊള്ളാത്ത ചില അടിക്കുറിപ്പുകൾ. കുരിശ് തകർക്കുന്ന കറുത്ത മുഖം മൂടിയിട്ട കറുത്ത വസ്ത്രം ധരിച്ച ചെറുപ്പക്കാർ. അവരുടെ കയ്യിൽ ആയുധങ്ങളും കാണാം. അതിനടിയിലുമുണ്ട് ചില അടിക്കുറിപ്പുകൾ. ഇതിനു പിന്നിൽ വെറും ഫൂളാക്കൽ മാത്രമല്ല, മറ്റു ചില ലക്ഷ്യം കൂടിയുണ്ട്. പ്രശ്നങ്ങളുണ്ടാക്കി, കലഹങ്ങളുണ്ടാക്കി, കലക്കവെള്ളത്തിൽ മീൻ പിടിക്കും പോലെ ആരാധനാലയങ്ങൾ തകർത്ത് വലിയ വലിയ വിഗ്രഹമോഷണങ്ങൾ നടത്തുക, കൊള്ളകൾ നടത്തുക. ഇതാണ് അവരുടെ ലക്ഷ്യം. കയ്യിൽ കിട്ടുന്ന മെസ്സേജുകളെല്ലാം സത്യമറിയാതെ ഫോർവേഡ് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക. ഒന്നുകിൽ നിങ്ങളൊരു വിഡ്ഢിയായേക്കാം, അല്ലെങ്കിൽ ഒരു കൂട്ടക്കൊലയുടെ ഉത്തരവാദി.